നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ബിഗ് ബോസ് വീഡിയോയുടെ റിവ്യൂ ആണ് പറയണത്. അപ്പോൾ വളരെ മോഹൻലാൽ വരുന്നത് വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ശനി ഞായറും നമുക്ക് അന്നൊരു തിരുവോണമാണ് മോഹൻലാൽ വന്ന. മോഹൻലാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ചൻ നമ്പ്യാരെ വർഗത്തിൽപ്പെട്ട ആളാണ്. എല്ലാ സരസമായി ഇനിയിപ്പോൾ കോമഡി ഇല്ലെങ്കിലും അതിന് കോമഡി ഉണ്ടാക്കി നമ്മളെ രസിപ്പിക്കാനായിട്ട് ബിഗ് ബോസിൽ വരുന്ന മോഹൻലാലിന് പ്രത്യേക ഒരു കഴിവാണ്. അതുകൊണ്ടാണ് ശനി ഞായറും നല്ല TRPയും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ആഴ്ച ശനി ഞായറും വന്നത് നമ്മളെ ഒട്ടും ബോറടിപ്പിച്ചില്ല. മൂപ്പര് വന്ന് നല്ല അസലായിട്ട് നല്ല രസകരമായി സംസാരിച്ചു. അതുപോലെ തന്നെ ഇനിയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയിലത്തെ എപ്പിസോഡുകളിലൊന്നും വലിയ കണ്ടൻറ്റ് ഈ മത്സരാർത്ഥികൾ കൊടുക്കാത്തത് കൊണ്ട് മോഹൻലാലിന് പറഞ്ഞ് ഈ കുഴച്ച തന്നെ വീണ്ടും കുഴച്ച് ഈ റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടണ പോലെ എങ്ങനെയൊക്കെയോ വലിച്ച് നീട്ടി എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു 10:10 ആകുമ്പോഴേക്കും മൂപ്പരെ പണി കഴിഞ്ഞ് മൂപ്പര് പോയി. പിന്നെ കുറേ സീൻസുകൾ കാണിച്ച് ഇന്നലത്തെ എപ്പിസോഡ് അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഒരു വിധത്തിൽ അങ്ങോട്ട് എത്തിച്ചു. മോഹൻലാൽ ഇപ്പോൾ ഒരു മത്സരാർത്ഥികളോട് ചോദ്യങ്ങളും അവരെ മറുപടിയും ഒക്കെ നമുക്ക് കേൾക്കാൻ രസമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാരുടെ ഒരു വർഗത്തിൽപ്പെട്ട ആളെ മോഹൻലാൽ. കുഞ്ചൻ നമ്പ്യാരുടെ പടം ഒരെണ്ണം മൂപ്പര് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോഹൻലാൽ കുഞ്ചൻ നമ്പ്യാരുടെ സിനിമ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് എത്ര പെട്ടെന്ന് റിവ്യൂവിലേക്ക് കിടക്കാം. അപ്പോൾ റിവ്യൂവിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് നമുക്ക് ഏറ്റവും അധികം വേണ്ടത് കേട്ടോ. പിന്നെ രേണു എന്തൊക്കെയുണ്ടെങ്കിലും അക്ബറിനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. അത് മോഹൻലാൽ പറയുമ്പോൾ പിന്നെ എന്ത് കാര്യം ക്ഷമിക്കാണ്ട് രക്ഷയില്ലല്ലോ. അപ്പോൾ കണ്ടന്റ് ഇല്ലാത്ത കാരണമാണ് ഈ നമ്മുടെ സെപ്റ്റി ടാങ്ക് പ്രയോഗം ഇത്രയും നീട്ടി 2 ആഴ്ച നീട്ടി കൊണ്ടുവന്ന് ഇന്നലത്തോടുകൂടി അവസാനിപ്പിച്ചത്. ഇനി അടുത്ത ആഴ്ചയിലേക്ക് കടക്കാനുള്ളതിലില്ല എന്നുള്ളത് മോഹൻലാലിന് അറിയാം, ബിഗ് ബോസിന് അറിയാം, നമുക്കറിയാം, അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികൾക്ക് അറിയാം, രേണുവിനും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ എത്രയും പെട്ടെന്ന് അത് അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെവിൻ ഒരു കട്ട് തിന്നുന്ന ഒരു പരിപാടിയുണ്ട്. അത് മോഹൻലാൽ നിർത്തി. മോനെ നെവിനെ, നീ ഇനി രാത്രി ഓംപ്ലേറ്റ് ഉണ്ടാക്കി തിന്നോ, അതുപോലെ തന്നെ ഓരോ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുമോ, അത് വരുന്നവർക്ക് കൊടുക്കുമോ, അത് കഴിഞ്ഞ് നീ നിൻ്റെ കള്ളത്തരത്തിലേക്ക് ആളെ കൂട്ടാണ്ട, നീ ഇവിടെ തമാശയായിട്ടാണ് നിൽക്കുന്നത്, അത് നീ ഒന്ന് സീരിയസ് ആവണം എന്നുള്ള നിലയിൽ നല്ലൊരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കെല്ലാം തമാശയാണ്. പക്ഷേ നമുക്കത് തമാശയല്ല, നമുക്കത് തമാശയായിട്ട് തോന്നുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതും മോഹൻലാൽ ഇന്നലെ തീർത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അങ്ങനെ കഴിഞ്ഞല്ലോ. പിന്നെ ഇനി അനീഷ് വലിയ തിക്കും തിരക്കും ബഹളമൊന്നും ഇനി ബിഗ് ബോസിൽ വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ നട്ടലൊടിച്ചു കൊടുത്തു. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് ചെയ്തതൊക്കെ ബിഗ് ബോസിൻ്റെ പുറത്തുള്ളവർക്ക് അത്ര സുഖകരമായിട്ടല്ല അനുഭവപ്പെടുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ് കൊടുത്തത്. അനീഷ് എന്നെ ആലോചിച്ച് നോക്കൂ, നീ ചെയ്തതെല്ലാം ശരിയാണോ, നീ പറഞ്ഞതെല്ലാം ശരിയാണോ എന്ന് പ്രത്യേകിച്ച് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പുറത്തുള്ളവർ കേട്ടാൽ എന്ത് പറയും, എന്ത് നിന്നെപ്പറ്റി വിചാരിക്കും എന്നൊക്കെ കൃത്യമായിട്ട് ചോദിക്കുന്നതുകൊണ്ട് ഇനി അനീഷിൻ്റെ വായ മൂടി കെട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ അനീഷിൻ്റെ വായ മൂടി കെട്ടിയില്ലെങ്കിൽ ഇനിയിപ്പോൾ അഖിൽമാരാരെ പോലെ കപ്പ് ഉണ്ടായാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് കണ്ടിട്ടാണല്ലോ നീ ഇവിടെ വന്നത്, ഇതിന് അന്ന് അഖിൽമാരാരെ എങ്ങനെ കളിച്ചിരുന്നത്, അതിൽ മുമ്പുണ്ടായിരുന്ന അതിൽ വിന്നറായുള്ളവർ എങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ചോദിക്കുന്നുണ്ട്. ഇതിനൊരു ABCD അറിയുന്നില്ല. ഇതിന് അടുത്ത് തിക്കുന്നതിരക്കും വെള്ളം കൂട്ടാൻ മാത്രമേ അറിയുള്ളൂ. ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കാൻ അറിയില്ല. അനീഷിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോരാ, നമുക്കത് ഒരു ബഹളം കൊണ്ടൊന്നും ബിഗ് ബോസിൻ്റെ കളി അതല്ല, ഒരു ബഹളമല്ല ബിഗ് ബോസിൻ്റെ കളി. അത് അതിൻ്റെ ഉള്ളിൽ വരുന്നവർ ആദ്യം തന്നെ മനസ്സിലാക്കുക. പിന്നെ ഒരാളെ പുറത്താക്കിയുള്ളോ അതിൽ നമുക്ക് വളരെ സങ്കടമുണ്ട്, ബിഗ് ബോസിനോട് വളരെ വിഷമമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആളെയും കൂടി ഇന്നും കൂടി അത് അത്രയും വോട്ട് കുറഞ്ഞ 2 പേരെയാണ് നിങ്ങൾ പുറത്താക്കുന്നത്. അതിൽ വലിയ കൃത്രിമം കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇവള് പോവും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് അത് അവസാനം വന്നപ്പോൾ നിങ്ങൾ സീരിയൽ കളിച്ചു. ആ ആൾ പോണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചത് വളരെ വളരെ മോശമായി. എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ വെച്ചിട്ടിരുന്നിട്ട് എന്താ കാര്യം? ഇവരൊന്നും വെച്ചിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, വെറുതെ ആളെ കൂട്ടാന്ന് മാത്രം. ബിഗ് ബോസിന് ഒരാഴ്ചയിലത്തെ പൈസയും കൂടി വെറുതെ പോയി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ലാത്ത മത്സരാർത്ഥിനെയാണ് ഇന്നലെ സേവ് ചെയ്തത്.
2 പേരെ കൂടി കളയും എന്ന് ഈ വീക്കിൽ പറഞ്ഞാണ്. അപ്പോൾ ഈ വീക്കിൽ 4 പേര് പോകുന്ന പ്രതീക്ഷിച്ച് വളരെ സന്തോഷിച്ചിരുന്ന പ്രേക്ഷകർക്ക് കിട്ടിയ ഒരു തിരിച്ചടിന് ഒരാളെ മാത്രമേ പോയുള്ളൂ. ഈ ഒരാൾ പോവാനായിട്ട് എന്താ കാരണം? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ആൾ ഇല്ലാത്ത ബന്ധങ്ങളുണ്ടാക്കി, സൗഹൃദങ്ങളുണ്ടാക്കി. അതിന് ഈ റേഡിയോ ജോക്കി പോയി പുറത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷാനവാസിനെ ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങൾ പോരുമ്പോൾ നമ്മുടെ ഷാനവാസിനെയല്ല നമ്മുടെ ശരത്തിനെ കുറേ ഉമ്മ വെച്ചു, അതുപോലെ കെട്ടിപ്പിടിച്ചു, നിങ്ങൾക്ക് പിരിയാനായിട്ട് ഒരു വലിയ വിഷമം കണ്ടു, നിങ്ങൾ ഇത്രയും ദിവസത്തിനുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ ഇത്രയും വലിയൊരു ബന്ധം വന്നോ എന്ന് ചോദിച്ചപ്പോൾ പുറത്ത് പോയപ്പോൾ അത് ആ കുട്ടി പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ചേട്ടനെ പോലെ എൻ്റെ അച്ഛനെ പോലെ ഒക്കെയാണ് ഞാൻ കണ്ടിരുന്നത് എന്നാണ് പറയണത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കൊടുത്ത ആൾ ചോദിക്കുന്നുണ്ട്, നമ്മളവിടെ ബന്ധങ്ങൾ ഉണ്ടാക്കാനാണോ പോകുന്നത്? നമ്മൾക്ക് അവിടെ ഓരോരുത്തരും പോണത് സ്വന്തമായി കളിച്ച് അതിലൊരു പേരുണ്ടാക്കി അവിടുന്ന് പോരാനോ, അല്ലാണ്ട് അച്ഛനെ ഉണ്ടാക്കാനോ അതുപോലെ തന്നെ ആങ്ങളേനെ ഉണ്ടാക്കാനോ സുഹൃത്തുക്കൾ ഉണ്ടാക്കാനോ ഒന്നും അതിൻ്റെ ഉള്ളിൽ പോകേണ്ട കാര്യമില്ല എന്നാണ് ഈ പറയണത്. അപ്പോൾ അവിടെ ഒരു തെറ്റ് പറ്റി. റേഡിയോ ജോക്കി ഒന്നുമില്ലെങ്കിലും കുറച്ച് അഹങ്കാരം കൂടുതലുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ വന്ന് കയറിയ വഴിക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന മത്സരാർത്ഥികളോട് കഴിഞ്ഞാൽ ഞാൻ റേഡിയോ ജോക്കിന് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ്. അതുകൊണ്ടൊക്കെയാണല്ലോ പുറത്തു പോകേണ്ട വന്നത്. അപ്പോൾ അതങ്ങനെ വന്നു. പിന്നെ നമ്മുടെ ആര്യനെ പിടിച്ചിട്ട് ക്യാപ്റ്റനാക്കി മോഹൻലാൽ. അത് മോഹൻലാലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് സൈക്കിൾ ചവിട്ടി ആര്യൻ ക്യാപ്റ്റനായി. അതും നല്ല കാര്യം തന്നെ. പിന്നെ ഷാനവാസിൻ്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷാനവാസ് അവിടെയും തൊടില്ല ഇവിടെയും തൊടില്ല. ഷാനവാസിനെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട് ഇന്നലത്തെ എപ്പിസോഡ് നമ്മുടെ മോഹൻലാൽ വൈൻഡപ്പ് ചെയ്തത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഷാനവാസ് ഒരു സീരിയൽ നടനാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ അവന് ഭയങ്കര ഭയമുണ്ട്. ഇവൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് അത് നെഗറ്റീവായി പോയാൽ 100 ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ സിനിമാ ഫീൽഡിലേക്കോ സീരിയൽ ഫീൽഡിലേക്ക് ചെല്ലേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞ് കളിക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ തല്ലാനും കൊള്ളില്ല കൊള്ളാനും കൊള്ളില്ല, കച്ചിട്ട് ഇറക്കിയും കൂടെ മരിച്ച് തുപ്പിയും കൂടെ എന്നുള്ള പോലെ ഒരു അമ്മാവ സ്റ്റൈലിൽ മാത്രമാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് ഇനി കൂടുതൽ കണ്ടൻറ്റ് കിട്ടാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഉള്ള ഈ നമ്മുടെ ഏറ്റവും വലിയൊരു അതിൻ്റെ ഉള്ള മത്സരാർത്ഥികൾക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശനി ഞായറായി കഴിഞ്ഞാൽ അവിടെ ഒരു ഭക്ഷണവും വയ്ക്കില്ല. വലിയ ഹോട്ടലിൽ നിന്ന് അവർക്ക് ഭക്ഷണം എത്തും. ആ ഭക്ഷണം കഴിച്ച് മേക്കപ്പും ചെയ്ത് അവിടെ വന്ന് പുതിയ നല്ല ഡ്രസ്സുകളിട്ട് മോഹൻലാലിനെയും കണ്ട് മോഹൻലാലിൻ്റെ അടുത്ത് കൊച്ചു വർത്താനങ്ങളും പറഞ്ഞ് സുഖമായിട്ട് അവിടെ ഇരിക്കുക. ഇതാണ് ശനി ഞായറും അവിടെയുള്ള മത്സരാർത്ഥികളെ ഏറ്റവും അധികം സന്തോഷം. ഇനിയിപ്പോൾ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ നമ്മുടെ ആതിരയും നൂറയുമാണ്. അവരെ ആണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക മത്സരാർത്ഥികളായിട്ട് അവരാണ് വന്നിട്ടുള്ളത്. അവരാണ് ഇപ്പോൾ മോഹൻലാലും ശരിക്കും ഒറ്റുനോക്കുന്നുണ്ട്, പ്രേക്ഷകർ ഒറ്റുനോക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല സമൂഹങ്ങളും ഒറ്റുനോക്കുന്നുണ്ട്. എല്ലാവരും ഒറ്റുനോക്കുന്ന 2 മത്സരാർത്ഥികളാണ് നമ്മുടെ ആതിരയും നൂറയും. അപ്പോൾ അവരെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ അവരെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ പറയാം. ഇപ്പോൾ ബിഗ് ബോസിന് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആതിരയും നൂറേനെയും അവസാനം എങ്ങനെ കൊണ്ടെത്തിക്കും എന്നുള്ളതിന് ഒരു രൂപരേഖ അവരെ കയ്യിലുണ്ട്. ഇതിൽ ഒരു ടാസ്ക് ഉണ്ട്, കുടുംബക്കാർ വരുന്നൊരു ടാസ്ക് ഉണ്ട്. നമ്മുടെ നാദിറേനെ കുടുംബക്കാരായിട്ട് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. അവരെ ആ കുടുംബക്കാരായിട്ട് ഒന്നിപ്പിച്ചതാണ് ബിഗ് ബോസ്. അങ്ങനെ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ബിഗ് ബോസ് വിചാരിച്ചാൽ നടക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കുട്ടികളെ 2 പേരൻസിനെ കൊണ്ടുവന്ന് അവരെ അവിടെ സുഖമായിട്ട് വിട്ട് അങ്ങനെ ഈ ബന്ധത്തിന് ചിലപ്പോൾ നല്ലൊരു പര്യവസാനിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ബിഗ് ബോസിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് കയറി നോക്കാൻ പറ്റില്ല. എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുകയെന്നും നമുക്ക് കയറി നോക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ തന്നെ വേണം. അപ്പോൾ ഇനി നമുക്ക് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.